ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ പടിപടിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനാദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള മുറി ഇംഗ്ലീഷൊക്കെ നമ്മൾ കുറേശ്ശെ ആയിട്ട് പ്രയോഗിക്കണം. സാധാരണ രീതിയിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയാണോ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ട് ഒരു സൈഡിലോട്ട് അതിനെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും. ഇന്ന് തൊട്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കുറേശ്ശെ ആയിട്ട് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആർ യു ഓക്കെ? നീ ഓക്കെ ആണോ? ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടോ? ആർ യു സിക്ക്? നിനക്ക് സിക്കാണോ? നിനക്ക് വയ്യാണ്ടിരിക്കുകയാണോ? ആർ യു ഷോ? നിനക്ക് ഉറപ്പാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേശ്ശെ ആയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ പറയാം. ഇപ്പോൾ ചെറിയ പിള്ളേരോടൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാം, ഡോണ്ട് ഫൈറ്റ്, ഡ്രിങ്ക് സ്ലോലി എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യരുത്. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് പതുക്കെയൊക്കെ കുടിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലീൻ ചെയ്യേണ്ട കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, അതായത് കുട്ടിയോട് പറയുകയാണെങ്കിൽ ക്ലീൻ യുവർ റൂം, ക്ലീൻ യുവർ നോസ്, ഇങ്ങനെ കുഞ്ഞ് വേർഡ്സ്, കുഞ്ഞ് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പഠിച്ചു തുടങ്ങാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂട്ടി കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കൊച്ചു കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വലിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം കുറച്ച് പേഷ്യൻസോട് കൂടിയിട്ട് എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സദ്യയുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ.